കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തപ്പോൾ കുറെ ആൾക്കാർ കമന്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ത്യയിൽ മതം പറഞ്ഞ് വോട്ട് ചോദിക്കാത്ത ഒരേ ഒരാൾ രാഹുൽ ഗാന്ധിയാണ്. ഈ രാജ്യത്തുള്ള എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരാൾ രാഹുൽ ഗാന്ധിയാണ്. അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അധികം ചർച്ച ചെയ്യാതെ വിട്ട ഒരു ന്യൂസ് ഉണ്ട്. ആ ന്യൂസ് നമുക്കങ്ങ് ചർച്ച ചെയ്യാം. അപ്പോൾ അറിയാമല്ലോ ആരാണ് മതം പറഞ്ഞ് വോട്ട് ചോദിക്കുന്നതെന്നൊക്കെ. വോട്ട് ജിഹാദിന് ആഹ്വാനം, സൽമാൻ ഖുർഷിദിനും അനന്തരവൾക്കുമെതിരെ കേസെടുത്ത് യു പി പോലീസ്. സൽമാൻ ഖുർഷിദ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും പുള്ളിക്കാരൻ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു. ഉത്തർപ്രദേശിലെ ഫറൂഖാബാദ് മണ്ഡലത്തിൽ നിന്നുള്ള ഇന്ത്യ ബ്ലോക്കിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി, ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ ടീം, അവിടെ പോയി ഇന്ത്യയുടെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവും അനന്തരവളും വോട്ട് ചോദിച്ചത് വോട്ട് ജിഹാദ് നടത്താനാണ്. അതായത് നിലവിലെ ഇന്ത്യൻ സാഹചര്യത്തിൽ ന്യൂനപക്ഷ സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് വോട്ട് ജിഹാദ് നടത്തണം. ഒരു കാര്യം കൂടെ അവർ കൂട്ടിച്ചേർത്തു, BJP ഒപ്പം ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങളെ ബഹിഷ്കരിക്കണം. വിഘടനവാദം. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ നരേന്ദ്രമോദി ഹിന്ദു വോട്ടുകൾ കേന്ദ്രീകരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ടീംസ് ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കും.